അങ്ങനെ ഞങ്ങളും പോയി കേട്ടോ ആ അത്ഭുത വെള്ളച്ചാട്ടം കാണാനായിട്ട്. അതെ, നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ 150 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ആദ്യം ചെല്ലണത് റോബോട്ടിക് പൂമ്പാറ്റകളുടെ ഗാർഡനിലേക്കാണ്. വർണ്ണ ചിറകുകളുള്ള ഈ സുന്ദരി പൂമ്പാറ്റകൾ വെറുതെ ഇരിക്കുകയല്ല കേട്ടോ, അവരുടെ ചിറകുകളൊക്കെ അടിക്കുന്നുണ്ട്. പല നിറത്തിലും വലിപ്പത്തിലുമുള്ള പൂമ്പാറ്റകളെ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. പൂക്കളെയും പൂമ്പാറ്റകളെയൊക്കെ കണ്ടു കഴിഞ്ഞിങ്ങി വരുമ്പം എന്താ ഇത്, വസന്തം വിരിഞ്ഞ ഒരു പ്രവേശന കവാടം. അങ്ങനെ നമ്മൾ ആ കാത്തിരുന്ന സ്ഥലത്തെത്തി ഗൈസ്. ഇതാണ് ആ വമ്പൻ വെള്ളച്ചാട്ടം. എൻ്റെ അമ്മോ, ഒറിജിനൽ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇത് പണിതവരെ സമ്മതിക്കണം കേട്ടോ. ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൽ കുറച്ചു നേരമൊക്കെ നിന്ന് കഴിഞ്ഞ് ചീനി എന്നെ വലിച്ചോണ്ട് പോവുക. രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലാണ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഒക്കെ കളിക്കാം. അങ്ങനെ നമ്മൾ 2 ഒട്ടകച്ചേട്ടന്മാർ നമ്മളെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ അവിടെ എത്തി. ചീനിയാണെങ്കിൽ ഉടുപ്പും പാൻറ്റും ഒക്കെ ഊരി റെഡിയായി നിൽക്കുക. ഭയങ്കര ധൃതിയായിരുന്നു ചീനിക്ക്. ചെരുപ്പൊന്നും ഇട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ, അവിടെ സെക്യൂരിറ്റി ചേട്ടന്മാർ നിൽപ്പുണ്ട്. ദേ അങ്ങനെ ചീനിയുടെ ലക്ഷ്യസ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. എനിക്ക് ചീനീനേലും കൂടുതൽ എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അവിടെ ഒരു റെഡ് ലൈൻ വരച്ചേക്കുന്നുണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് കയറാൻ പാടില്ല കേട്ടോ. പക്ഷെ കയറുന്നവരും ഉണ്ട്. കയറി കഴിയുമ്പോഴത്തേക്ക് സെക്യൂരിറ്റി ചേട്ടന്മാർ വന്ന് ഫീസിലടിച്ച് എല്ലാത്തിനും ഇറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം എത്രത്തോളം നല്ലതെന്ന് അറിയത്തില്ല, കാരണം ഇപ്പം തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ. ഈ കുഞ്ഞു കുട്ടികളും ഒക്കെ കയറണതല്ലേ. ഇനിയിപ്പം അവർ എങ്ങാനും കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് ആ വെള്ളം തന്നെയാണോ മോളിൽ നിന്ന് വീണ്ടും റീസൈക്കിളായിട്ട് വരണേന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ചീനിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കിടക്കണ്ട എന്നൊക്കെ. പക്ഷേ അതൊന്നും ആൾ കിടന്നു. പിന്നെ അങ്ങനെ കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞിതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പം പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് ആൾ പോപ്കോൺ മേടിക്കാനായിട്ട് അച്ഛനുമായിട്ട് പോയി. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് നേരം നമ്മുടെ വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ചു. കുറച്ച് ഇരുട്ടി തുടങ്ങുമ്പോഴത്തേക്കുമാണ് ആ ഭംഗി അറിയണം കേട്ടോ, ആ ലൈറ്റും വെട്ടവും ഒക്കെ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ DJ പാട്ടാണ് കേട്ടോ. ആ സോനാ സോനാ എന്നാ നമ്പർ പാട്ടൊക്കെ ആ വെള്ളത്തിൻ്റെ കൂടെയൊക്കെ ഇടുമ്പോൾ എന്താ ഒരു രസം. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഒരു സ്റ്റാളിലേക്കാണ് കയറുന്നത് കേട്ടോ. അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കളിപ്പാട്ടങ്ങളുണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ചീനിയാണെങ്കിൽ ഞങ്ങളെ ഇങ്ങനെ ഓരോ സ്ഥലത്തും വലിച്ചുകൊണ്ട് പോവുക. സുബിൻചാണ്ടാണെങ്കിൽ കത്തിയുടെ വിലയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദേ എന്നെ ഇങ്ങനെ കളിപ്പാട്ടവും കാണാനായിട്ടൊക്കെ വലിച്ചുകൊണ്ട് പോകും. കാണാനല്ല, മേടിക്കാനായിട്ടാണ്. പക്ഷെ ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവും. എന്നെ പിടിച്ചു നിർത്തിയ സ്ഥലം ദേ ഇവിടെയായിരുന്നു. ഫുഡേ അച്ചാറുകൾ, എൻ്റെ പൊന്നെ. പക്ഷെ ഒന്നും സുബിൻ ചേട്ടൻ മേടിച്ചു തന്നില്ല. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് പക്ഷെ ഞങ്ങൾ നോക്കിയിട്ടാ. ഇതാണ് കശുവണ്ടി ഇങ്ങനെ വറുത്തിട്ടേക്കാണ്. അതവർ പൊട്ടിച്ച് പാക്കറ്റിനകത്ത് ആക്കുന്നുണ്ടായി. പിന്നെ ഒരു ചെറിയൊരു ഫുഡ് കോർട്ടിലേക്കാണ് നമ്മൾ വരുന്നത്. അതും കഴിഞ്ഞ് വരുന്നത് ചെറിയ ഗെയിമൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പം ഞാനും ചീനിയും ഒരു ഗെയിം ചെയ്ത കേട്ടോ. 60 രൂപയായിരുന്നു. 6 ബോൾ തരും. 6 ബോൾ നമ്മൾ ഓരോ നമ്പറുണ്ട്, അതിൽ ഇടണം. നമ്മുടെ ബോൾ ഇടുന്ന ആ നമ്പറുകളൊക്കെ പ്ലസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന നമ്പറുണ്ടല്ലോ, അതിലേത് സാധനമാണോ നമുക്കുള്ളത് ആ സാധനമാണ് നമുക്ക് തരുന്നത്. ഞങ്ങൾക്ക് 20 കേട്ടോ കിട്ടിയത്. എനിക്ക് ചെറിയൊരു പാത്രം കിട്ടി കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ. പിന്നെ ഒരുപാട് റൈഡുകളുണ്ടായിരുന്നു കേട്ടോ, കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും കയറാൻ പറ്റിയത്. അതിനിടയ്ക്ക് അച്ഛനും മോളും പ്രേതത്തെ കാണാൻ കയറിയായിരുന്നു കേട്ടോ. 80 രൂപയായി ടിക്കറ്റിന്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ പുറത്ത് വഴിയോര കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ചീനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടാ പോകുന്നത്. ഒരു സാധനം പോലും അച്ചായി മേടിച്ചു തന്നില്ല. പിന്നെ ചീനിയുടെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഐസ്ക്രീം മേടിച്ചു. പക്ഷെ വയറ്റിൽ കിടക്കുന്ന ആൾക്ക് അതൊന്നും പോരായിരുന്നു കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദോശ കഴിക്കാൻ കയറി കേട്ടോ. അവിടെ കണ്ടൊരു ബോർഡാണ് കേട്ടോ, ബീഫ് ഫ്രൈ ഡിവൈഡിങ് ഇന്ത്യ യുണൈറ്റിങ് കേരള. കൊള്ളാമല്ലേ?